ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിസ്റ്റസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഹരിഹർ കാക്ക എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്ന് 18 പേജ് പിന്നെ 19 പേജിലൊരു ചെറിയ സെൻറ്റൻസും കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ തീരുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ठाकुर बारी के साधु संत और काका के भाइयों ने कब क्या कहा, यह खबर बिजली की तरह एक ही बार समूचे गांव में फैल जाती है. അതായത് ഠാക്കുർ ബാരി കെ സാധു സന്ത് ഓർ കാക്ക കെ ഭായിയോം നെ കബ് ക്യാ കഹ. ഠാക്കുർ ബാരിയിലെ സന്യാസിമാരും പിന്നെ ഹരിഹർ കാക്കയുടെ സഹോദരന്മാരും എപ്പോൾ എന്ത് പറഞ്ഞാലും യഹ് ഖബർ ബിജ്ലി കി തരഹ് ഏക് ഹി ബാർ സമൂച്ചെ ഗാവ് മേ ഫൈൽ ജാത്തി ഹെ. ഈ ഒരു ന്യൂസ്, ഈ ഒരു ഖബർ എന്ന് പറഞ്ഞാൽ ന്യൂസ് എന്നാണ്. അപ്പോൾ ഈ ഒരു വാർത്ത എന്ത് ചെയ്യും? മിന്നൽ പോലെ. ബിജ്ലി എന്ന് പറഞ്ഞാൽ മിന്നലാണ്. അപ്പോൾ ബിജ്ലി കി തരഹ് ഏക് ഹി ബാർ സമൂച്ചെ ഗാവ് മേ ഫൈൽ ജാത്തി ഹെ. അതായത് മുഴുവൻ നമ്മുടെ ഗ്രാമത്തിലും ഈ ഒരു വാർത്ത മിന്നൽ വേഗത്തിൽ ഫൈൽ ജാത്തി എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആവുന്നതാണ്. ഓക്കെ, അതായത് മിന്നൽ പോലെ ഇത് പരക്കുമെന്ന്. അതായത് അത്രയും ഇതായിട്ട് എന്ത് പറയും, ആൾക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് അത് മിന്നൽ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഖബർ ചൂട്ടി ഹേ കി സച്ചി ഇസ് പർ കോയി ധ്യാൻ നഹി ദേത്ത. അപ്പം കേൾക്കുന്ന ഈ വാർത്ത എന്ന് പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും ആർക്കും അറിയണ്ട, പക്ഷേ അത് എല്ലാവരും സ്പ്രെഡ് ചെയ്തോളും. അപ്പം അതാണ് ഇസ് പർ കോയി ധ്യാൻ നഹി എന്ന് പറഞ്ഞാൽ സത്യമാണോ കള്ളമാണോ എന്നൊന്നും ആരും അന്വേഷിക്കാൻ പോകാറില്ല. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തോളും. ജിസെ ഖബർ ഹാത്ത് ലഗ്തി ഹെ വഹ് നമക് മിർച്ച് മിലി ഉസെ ചട്കാക്കർ ആകെ ബഡാ ദേത്താ ഹെ. അപ്പം അവർക്ക് എന്ത് ന്യൂസാണോ അവരുടെ കയ്യിൽ കിട്ടുന്നത് അതിൽ എന്ത് ചെയ്യും? നമക് മിർച്ച്, അതായത് ഉപ്പും മുളകും എന്നാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കുറേ മസാല ഒക്കെ ആഡ് ചെയ്ത് എന്ത് ചെയ്യും? അവരത് അവരുടേതായിട്ടുള്ള രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ഉസെ ചട്കാക്കർ ആകെ ബഡാ ദേത്താ ഹെ, അത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതായത് അവരെന്തെങ്കിലും ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനൊക്കെ അതിനകത്ത് ഇട്ടിട്ട് അവരതിനെ സ്പ്രെഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിനെ ഒന്നും കൂടെ വലുതാക്കും. ഊതി പെരുപ്പിക്കുക എന്ന് പറയാറില്ല, എന്ന് പറഞ്ഞതുപോലെ അവരതിനെ ഒന്നും കൂടെ വലുതാക്കി കാണിക്കും. एक दूसरी खबर आती है कि हरिहर मरेंगे तो उन्हें अग्नि प्रदान करने के लिए ठाकुर बारी के साधु संतों और काका के भाइयों के बीच काफ़ी लड़ाई होगी. അപ്പം വേറൊരു ന്യൂസ് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിഹർ കാക്ക മരിച്ചു പോയി കഴിഞ്ഞാൽ ഹരിഹർ കാക്കയുടെ ചിത വയ്ക്കാന്ന് പറയാറില്ലേ, അപ്പോൾ അങ്ങനെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് ഠാക്കുർ ബാരിയിലെ സന്യാസിമാരായിരിക്കും. ഓർ കാക്കയ്ക്ക് അത് അല്ലെങ്കിൽ ഹരിഹർ കാക്കയുടെ സഹോദരന്മാരായിരിക്കും. അപ്പം കാരണം അവകാശികൾ ആരാണോ അവരാണല്ലോ അത് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് ഇവർ തമ്മിലൊരു നല്ല രീതിയിലുള്ളൊരു വഴക്ക് നടക്കാനുള്ള, കാഫി ലഡായി എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാവുക എന്നാണ്. കാഫി ലഡായി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു വഴക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ന്യൂസ് കേൾക്കുന്നത്. ഓക്കെ, मरेंगे तो उन्हें अग्नि प्रदान करने के लिए ठाकुर बारी के साधु संतों और काका के भाइयों के बीच काफ़ी लड़ाई होगी. അതുപോലെ दोनों ओर से अग्नि प्रदान करने का निश्चय हो चुका है. രണ്ടുപേരും ചിതയ്ക്ക് തീ കൊളുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നിശ്ചയ ഹോ ചുക്കാ ഹെ. इस संदर्भ में उनकी लाश हस्तगत करने के लिए खून की नदी बहेगा. അപ്പം ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ലാഷ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയാണ്. ഹസ്തഗത് എന്ന് പറഞ്ഞാൽ കൈവശം ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കൈവശം ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ആർക്കാണ് ഈ ബോഡിയിൽ ബാക്കി കർമ്മങ്ങളും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അത് ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു വഴക്ക് നടക്കുകയും അതിനെ തുടർന്ന് ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും എന്നാണ് പറയുന്നത്. ഖൂൻ കി നദി ബഹേഗി, ഒരു ചോരപ്പുഴ ഒഴുകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏക് തീസരി ഖബർ ആത്തി ഹെ കി हरिहर काका की मृत्यु के बाद उनकी ज़मीन पर कब्जा करने के लिए उनके भाई अभी से तैयारी कर रहे थे. മൂന്നാമതൊരു വാർത്ത കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തീസരി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേത്,
ദൂസരി നമ്മൾ നേരത്തെ സെൻറ്റൻസ് ആണ് ദൂസരി രണ്ടാമത്തെ അല്ലേ. അപ്പം ഇതിപ്പോൾ എന്താ മൂന്നാമത്തെ ഒരു ന്യൂസ് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ हरिहर काका की मृत्यु के बाद उनकी ज़मीन पर कब्जा करने के लिए कब्जा എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കൽ എന്നാണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തെ करने के लिए उनके भाई अभी से तैयार कर रहे थे. അപ്പം ഹരിഹർ കാക്കയുടെ മരണത്തിന് ശേഷം എന്താ ഹരിഹർ കാക്കയുടെ ആ സ്ഥലം പിടിച്ചെടുക്കാനായിട്ട് ഇപ്പോഴേ हरिहर काकയുടെ സഹോദരൻ തയ്യാറായിട്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഇലാഖയ്ക്ക് മഷൂർ ടാക്കു ബുഡൻ സിംഗ് സെ ഉൻ ലോഗോം നെ ബാത്ചീത് പക്കി കർ ലി ഹെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇലാഖ എന്ന് പറഞ്ഞാൽ എന്താ പ്രദേശം അല്ലേ. അപ്പോൾ ആ ഒരു പ്രദേശത്തിലെ ഇലാഖയ്ക്ക് മഷൂർ ടാക്കു എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായ കൊള്ളക്കാരൻ എന്നാണ്. മഷൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധൻ, ടാക്കു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരൻ. അപ്പം വളരെ പ്രസിദ്ധനായിട്ടുള്ള നൊട്ടോറിയസ് ക്രിമിനൽ ആയിട്ടുള്ള ബുട്ടൻ സിംഗ്, ഓക്കെ, ബുട്ടൻ സിംഗിനെ ഈ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യമൊക്കെ അവർ ഓൾറെഡി സംസാരിച്ച് വെച്ചിരിക്കുകയാണ്. ബാത്ചീത് പക്കി കർ ലി ഹെ. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ ഓൾറെഡി അവിടെ കോൺവെർസേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹരിഹർ കെ 15 BK खेत में से 5 BK ബുഡൻ ലേഗ और ദക്കൽ കരാ ദേഗ. അപ്പം എന്താ അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താ, ഹരിഹർ കാക്കയുടെ 15 ഹെക്ടർ ലാൻഡിലെ ഒരു എന്താ 15 BK खेत में से 5 BK എന്ന് പറഞ്ഞാൽ 5 ഹെക്ടേഴ്സ് അല്ലേ. 5 ഹെക്ടേഴ്സ് ആർക്ക് കൊടുക്കും? ബുഡൻ സിംഗിന് കൊടുത്തേക്കാം. അതുപോലെ ദക്കൽ കരാ ദേഗ എന്ന് പറഞ്ഞാൽ എന്താ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപാടുകളെല്ലാം അയാളുമായിട്ടും കൂടെ ചെയ്തോളാം എന്നുള്ളൊരു എന്താ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ അയാളും കൂടെ ഇടപെടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അവർ തമ്മിൽ അങ്ങനെ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മൂന്നാമതൊരു വാർത്ത കേൾക്കുന്നത്. അപ്പോൾ ഇസ്സെ പെഹലെ ബി ഇസ് തരഹ് ദോ തീൻ മാമലെ ബുഡൻ നെ നിപടായ ഹെ. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള 2-3 കാര്യങ്ങൾ, ഓക്കെ, ഇതുപോലെ 2-3 സിറ്റുവേഷൻസ് ബുഡനെ നിപ്പടായ ഹെ എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പാക്കുക എന്നാണ്. അപ്പം ഇതിനു മുമ്പ് ഹരിഹർ കാക്കയുടെ ഈ ഇൻസിഡൻറ്റിന് മുമ്പ് ഇതുപോലെയുള്ള ഒരു 2-3 ഇൻസിഡൻറ്റ്സ് ഓൾറെഡി ബുഡൻ സിംഗ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ്, നിപ്പടായ ഹെ ഒത്തുതീർപ്പാക്കിയിട്ടുള്ളതാണ്. അപ്പം പൂരെ ഇലാക്കയുമേയും ഉസ്കെ നാം കി തൂത്തി ബോൾത്തി ഹെ. അപ്പം എന്താ മൊത്തം എന്താ വില്ലേജിൽ തന്നെ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പൂരെ ഇലാക്കയുമേ ഉസ്കെ നാം കി തൂത്തി ബോൾത്തി ഹെ. അപ്പം ഈ ഒരു എൻറ്റയർ വില്ലേജ് അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ ഏരിയ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ എന്താ ബുഡൻ സിംഗിൻ്റെ പേര് ഇങ്ങനെ ഒരു ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. തൂത്തി ബോൾത്തി എന്ന് പറഞ്ഞാൽ തത്ത പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. കാരണം അദ്ദേഹം അത്രയും നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ആളാണ് അവിടെ. അപ്പോൾ एक चौथी खबर आती है कि महंत जी ने निर्णय ले लिया है, हरिहर की मृत्यु के बाद देश के कोने कोने से साधुओं और नागाओं को वह बुलाएंगे. അപ്പം നാലാമതൊരു വാർത്ത കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മഹന്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ ഹരിഹർ കി മൃത്യു കെ ബാദ്, ഹരിഹറിൻ്റെ മരണത്തിന് ശേഷം എന്താ ദേശ് കെ കോനെ കോനെ സെ സാധുവും ഓർ നാഗാവും കോ വഹ് ബുലായെങ്കെ. അപ്പം അദ്ദേഹം അപ്പം സാധുവും എന്ന് പറഞ്ഞാൽ ആരാ? സാധുവും എന്ന് പറഞ്ഞാൽ സന്യാസിമാരാണ് അല്ലേ. നാഗാവും എന്ന് പറഞ്ഞാൽ ഈ നാഗന്മാരെന്ന് പറയും, അതായത് ഈ സന്യാസിമാരെ പോലെ തന്നെയുള്ള ഒരു വിഭാഗമാണ്. അപ്പം ഹരിഹർ കാക്കയുടെ മരണത്തിന് ശേഷം ഈ എല്ലാ പ്രദേശത്തും ഉള്ള എല്ലാ കോനേസെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും മുക്കിലും മൂലയിൽ നിന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെ എല്ലായിടത്തു നിന്നും സന്യാസിമാരെയും നാഗന്മാരെയും വിളിച്ചു വരുത്തും എന്നാണ് പറയുന്നത്. അപ്പം रहस्यात्मक और भयावनी खबरों से गाँव का आकाश आच्छादित हो गया है. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ കേട്ടിട്ട് എന്താ ഈ വില്ലേജിൻ്റെ നമ്മുടെ ഗ്രാമത്തിൻ്റെ ആകാശം എന്ന് പറയുന്നത് ആച്ഛാദിത് ഹോ ഗയ എന്ന് വെച്ചാൽ അതിൻ്റെ ഇങ്ങനെയുള്ള ന്യൂസ് കൊണ്ട് അതിൻ്റെ ആകാശം മൂടിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ കാർമേഘം കൊണ്ട് മൂടുക എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള പേടിപ്പെടുത്തുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നറിയാതെ ഉള്ള വാർത്തകൾ കൊണ്ട് ഈ ഒരു ഗ്രാമത്തിൻ്റെ ആകാശം മുഴുവനും മൂടിയിരിക്കുകയാണ്. ഓക്കെ, ആച്ഛാദിത്
താഴെ കൊടുത്തിട്ടുണ്ട് ढका हुआ, അതായത് മൂടിയിരിക്കുന്ന നിറഞ്ഞിരിക്കുകയാണ്. ദിൻ പ്രതിദിൻ ആതങ്ക് കാ മാഹോൽ ഗഹരാത്ത ജാ രഹാ ഹെ. അപ്പം എന്താ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഈ ആതങ്കം എന്ന് പറഞ്ഞാൽ ഭീകരതയാണ്. അപ്പം ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. മാഹോൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്നാണ്. ഓക്കെ, അപ്പം ഭീകരതയുടെ ഒരു അന്തരീക്ഷമാണ് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്കെ മൻ മേ യഹ് ബാത് ഹേ കി ഹരിഹർ കോയി അമൃത് പീക്കർ തോ ആയേ ഹേ നഹി. അപ്പം എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു കാര്യം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹരിഹർ കാക്ക ഒരിക്കലും അമൃതമൊന്നും കുടിച്ചിട്ടിരിക്കുന്ന ആളല്ല. അതായത് എന്തായാലും അദ്ദേഹത്തിനൊരു മരണമുണ്ട്. ഓക്കെ, ഏക് നാ ഏക് ദിൻ ഉനെ മർനാ ഹി ഹോ. ഒരു ദിവസം അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും അദ്ദേഹത്തിന് മരിച്ചേ പറ്റുള്ളൂ. ഫിർ ഏക് ഭയങ്കർ തൂഫാൻ കി ചപ്പേട്ട് മേ യഹ് ഗാവ് ആ ജായേഗി. അങ്ങനെ ഹരിഹർ കാക്ക മരിക്കുന്ന ആ ദിവസം ഫിർ ഏക് ഭയങ്കർ തൂഫാൻ എന്ന് പറഞ്ഞാൽ സൈക്ലോൺ, ഓക്കെ, കൊടുങ്കാറ്റ് എന്നാണ്. അപ്പോൾ തൂഫാൻ കി ചപ്പേട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വലിയ ഇങ്ങനെ ഒരു കൊടുങ്കാറ്റിൻ്റെ ഒരു എന്താ പറയണ്ടേ, അപ്പോൾ ഈ കൊടുങ്കാറ്റിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ കൊടുങ്കാറ്റുണ്ടാക്കുന്ന കുറേ ആഫ്റ്റർ ഇഫക്ട്സ്, അതാണ് ഈ ചപ്പേട്ടെന്ന് പറയുന്നത്. ഒരു ഉരസൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു ഫ്രിക്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഈ ഗ്രാമം എന്തെങ്കിലും ഒരു ദിവസം കടന്നു പോകേണ്ടി വരും എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അപ്പം ഉസ് വക്ത് ക്യാ ഹോഗ കുച്ച് കഹാ നഹി ജാ സക്ത. അന്ന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ ഒരു ധാരണയില്ല. കുച്ച് കഹാ നഹി ജാ സക്ക, ആർക്കും തന്നെ പറയാനായിട്ട് പറ്റില്ല. യഹ് കോയി ചോട്ടി ലഡായി നഹി ഏക് ബഡി ലഡായി ഹെ. ഇതൊരു ചെറിയ ഒരു എന്താ അടിപിടി ആയിരിക്കില്ല ഉണ്ടാവാൻ പോകുന്നത്. ഒരു വലിയ രീതിയിലുള്ള എന്താ തർക്കവും വഴക്കും ഒക്കെ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. ജാനെ അഞ്ചാനെ പൂര ഗാവ് ഇസ്കി ചപ്പേട്ട് മേ ആയേഗി ഹി. അപ്പം അറിയാതെയും ഈ എൻറ്റയർ വില്ലേജ് തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആകേണ്ടി വരും. ഇതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ അവർക്കും കൂടെ അറിയാതെയും ചെയ്യേണ്ടതായിട്ട് വരും. ഇസ്ലിയെ ലോഗോം കെ അന്തർ ഭയ ഭി ഹേ ഓർ പ്രതീക്ഷ ഭി. അപ്പം അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലെ എല്ലാവർക്കും ഉള്ളിലൊരു ഭയവും പ്രതീക്ഷയും ഒക്കെ ഉണ്ട്. ഓക്കെ, അതായത് ഭയം എന്ന് പറയുന്നത് തീരും എന്നുള്ള, പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത് എന്നാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏക് ऐसी प्रतीक्षा जिसे चुड़लाकर भी उसके आगमन को ढाला नहीं जा सकता. അപ്പം ऐसी പ്രതീക്ഷ ജിസെ ചുഡാൽക്കർ. അപ്പം എന്താ, ഇങ്ങനെ ഒരു കാര്യം നടക്കും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. ചുഡ്ലാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്കത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇനി ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് അവർക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആഗമൻ കോ ഠാല നഹി ജാ സക്ത. ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഠാല നഹി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സത്യം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അതായത് എന്തെങ്കിലും ഇത് സംഭവിക്കും, ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ആണ് എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസ് പറയുന്നത്. ഏസി പ്രതീക്ഷ ജിസെ ചുഡ്ലാക്കർ ഭി ഉസ്കെ ആഗമൻ കോ ഠാല നഹി ജാ സക്ത. അപ്പം അവരിങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. और हरिहर काका वह तो बिल्कुल मौन हो अपनी ज़िंदगी के शेष दिन काट रहे हैं. പക്ഷേ ഹരിഹർ കാക്ക വളരെ മൗനമായിട്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ജീവിതം കഴിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. ദിൻ കാട്ട് രഹേ ഹെ, നമ്മൾ ഈ ഒരു ദിവസം കഴിച്ചു കൂട്ടുക എന്ന് പറയത്തില്ലേ, അങ്ങനെ. അപ്പോൾ ഏക് നൗക്കർ രഖ്ലിയ വഹ് ഉന്നെ ബനാന ഖിലാത്ത ഹെ. അപ്പം അദ്ദേഹം ഒരു മെയ്ഡിനെ അല്ലെങ്കിൽ ഒരു വേലക്കാരനെ അല്ലെങ്കിൽ ഒരു സെർവൻറ്റിനെ ഒക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, വഹിയുനെ ബനാത്ത ഖിലാത്ത, ആ സെർവൻ്റ് ഹരിഹർ കാക്കയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിപ്പിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഉൻകെ ഹിസ്സെ കി സമീൻ മേ ജിത്തനി ഫസൽ ഹോത്തി ഹെ ഉസ്സെ അഗർ വഹ് ചാഹത്തെ തോ മൗജ് കി സിന്ദഗി ബിത്താ സക്തേ ഥേ. അപ്പം ഉൻകെ ഹിസ്സെ കി സമീൻ മേ ജിത്തനി ഫസൽ ഹോത്തി ഹെ, അദ്ദേഹത്തിൻ്റെ ഹിസ്സെ കി സമീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ കയ്യിലുള്ള ആ പീസ് ഓഫ് ലാൻഡ് അല്ലേ, അതിൽ എത്രത്തോളം ഫസൽ ഹോത്തിയിൽ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എത്രത്തോളം ഇത് കിട്ടുന്നുണ്ടോ,
നമ്മൾ വിളവെടുപ്പെന്നൊക്കെ പറയാറില്ലേ, അതാണ് ഈ ഫസൽ എന്ന് പറയുന്നത്. എത്രത്തോളം അദ്ദേഹത്തിന് അതിൽ നിന്ന് വിളവ് കിട്ടുന്നുണ്ടോ, ഉസ്സെ അഗർ വഹ് ചാഹത്തെ തോ മൗജ് കി സിന്ദഗി ബിത്താ സക്തേ. അപ്പോൾ ആ കിട്ടുന്നത് വെച്ച് അദ്ദേഹത്തിന് ബാക്കിയുള്ള ജീവിതം വളരെ എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും. മൗജ് ഉടാത്ത എന്ന് പറഞ്ഞാൽ, മൗജ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതായിരുന്നു. എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എൻജോയ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബാക്കി ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കും. ലേക്കിൻ വഹ്തോ ഗൂംഗേപ്പൻ കാ ഷിക്കാർ ഹോ ഗയേ ഹെ. പക്ഷെ അദ്ദേഹം എന്ത് പറ്റി, അദ്ദേഹം ഗൂംഗേപ്പൻ എന്ന് പറഞ്ഞാൽ മൂകത എന്നാണ്. അപ്പം ഷിക്കാർ എന്ന് പറഞ്ഞാൽ വേട്ട. അതായത് അദ്ദേഹം ഈ ഒരു മൂകതയിൽ അല്ലെങ്കിൽ ഏകാന്തത അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം വിശ്വസിച്ച എല്ലാവരും എന്ത് പറ്റി, അദ്ദേഹത്തിനെ ചതിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ എന്താ ചെയ്തത്, ഇങ്ങനെയുള്ളൊരു മൂകതയിൽ അദ്ദേഹം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഷിക്കാർ ഹോ ഗയേ ഹെ എന്ന് പറഞ്ഞാൽ വേട്ടയാടപ്പെടുക എന്നാണ്. അപ്പോൾ കോയി ബാത് കഹോ കുച്ച് പൂച്ചോ കോയി ജവാബ് നഹി. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ അദ്ദേഹം തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറില്ല. ഖുലി ആഖോ സെ ബരാബർ ആകാശ് കോ നിഹാര കർത്തേ ഹെ. തുറന്ന കണ്ണുകളായിട്ട്, ഖുലി ആഖോ എന്ന് പറഞ്ഞാൽ ഓപ്പൺഡ് ഐസ്. ഓക്കെ, സെ ബരാബർ ആകാശ് കോ നിഹാര കർത്തേ ഹെ. തുറന്ന കണ്ണിങ്ങനെ തുറന്നു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ആകാശം നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ആകാശ് കോ നിഹാര കർത്തേ ഹെ എന്ന് പറയുന്നത്. സാരെ ഗാവ് കെ ലോഗ് ഉൻകെ ബാരെ മേ ബഹുത് കുച്ച് കഹത്തെ സുനത്തെ ഹെ ലേക്കിൻ ഉൻകെ പാസ് അബ് കഹനെ കെ ലിയെ കോയി ബാത് നഹി. സത്യത്തിൽ ഈ എൻ്റയർ വില്ലേജ് അദ്ദേഹത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇനി സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. സാരെ ഗാവ് കെ ലോഗ് ഇൻകെ ബാരെ മേ ബഹുത് കുച്ച് കഹത്തെ സുനത്തെ ഹെ. ഒരുപാട് പറയുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ലേക്കിൻ ഉൻകെ പാസ് अब कहने के लिए कोई बात नहीं. पुलिस के जवान हरिहर काका के खर्च पर ही खूब मौज मस्ती से रहे हैं. അപ്പം എന്താ 4 പോലീസുകാരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാവിൽ അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോലീസുകാരെന്താ ചെയ്യുന്നത്, ഹരിഹർ കാക്കയുടെ ചിലവിൽ വളരെയധികം എൻജോയ് ചെയ്ത് അവിടെ ജീവിക്കുകയാണ്. മൗജ് മസ്തി സെ രഹ് രഹേ ഹെ. ജിസ്കാ ധൻ വഹ് രഹേ ഉപാസ് ഖാനെ വാലെ കരെ വിലാസ്. അതായത് സ്വത്ത് ഹരിഹർ കാക്കയുടെ ആണെങ്കിലും അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം മറ്റുള്ളവർക്കാണ് അല്ലേ. ജിസ്കാ ധൻ വഹ് രഹേ ഉപാസ്. അവരെവിടെയാണോ താമസിക്കുന്നത്, ഹരിഹർ കാക്ക എവിടെയാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ ഹരിഹർ കാക്കയുടെ ആ ഒരു സ്ഥലം ആണെങ്കിൽ പോലും ഖാനെ വാലെ കരെ വിലാസ്, അതൊക്കെ പക്ഷെ ഭക്ഷിക്കുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ മറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ അബ് തക് ജോ നഹി ഖായാ ഥാ ദോനോം ജൂനുസ് കാ ഭോഗ് ലഗാ രഹേ ഹെ. അപ്പോൾ ഇതുവരെ അവർ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം പോലും 2 നേരം അവർ നന്നായിട്ട് കഴിക്കുകയാണ്. അത് ഇതുവരെ അവർക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അർത്ഥം. അതായത് ഹരിഹർ കാക്കയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എവിടുന്നോ വന്ന ആൾക്കാർ അല്ലേ, അതായത് ആ പോലീസുകാർക്ക് അവർ വളരെ അധികം എൻജോയ് ചെയ്ത് ഹരിഹർ കാക്കയുടെ ചിലവിൽ അവിടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹരിഹർ കാക്ക എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങളിത് കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.